നിലമ്പൂരിൽ 75,000 വോട്ടിന് ജയിക്കുമെന്ന് PV അൻവർ. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു നിലമ്പൂരിലേത്. ആ ഫലം നിലമ്പൂരിൽ കാണും. പിണറായി സത്തിന്റെ തകർച്ചയുടെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ടതെന്നും അൻവർ കൂട്ടിച്ചേർത്തു. വോട്ട് പിണറായി സം തകർന്നടിയും, ഒരു തർക്കമില്ല. പിണറായി സത്തിന്റെ തകർച്ച ആരംഭിക്കുന്നത് നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ CPM ൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PV അൻവർ 75,000 വോട്ടിന് ജയിക്കും. അവിടെ രണ്ട് പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പൊ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത സവാദിനെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സവാദിനെ ഹാജരാക്കിയത്. ഇക്കഴിഞ്ഞ 14-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു അതിക്രമം. ബസ് തൃശൂരിൽ എത്തിയതോടെ യുവതി അതിക്രമം സംബന്ധിച്ച് ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. 2023 KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. വടകര സ്വദേശിയാണ് സവാദ്.